ഇത് നിഫ്റ്റി ആ ട്രേഡിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. നമ്മുടെ വൈഫൈ ഒന്ന് കട്ടായി പോയായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഒന്ന് ഓഫ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഓക്കെ, നമ്മളിതിൻ്റെ ഒരു പാർട്ട് 2 ആയിട്ടൊന്ന് കരുതിയാൻ വേണ്ടി മതി. നമ്മളൊരു പാർട്ട് 1ഉം പാർട്ട് 2 എന്ന രീതിയിൽ അങ്ങ് ഇടാവുന്നതാണ്. ഓക്കെ, സോ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ജസ്റ്റ് ഒരു ബുള്ളിഷ് മൊമെൻറ്റം കാണിക്കുന്നുണ്ട് വീണ്ടും. സോ നമുക്ക് നോക്കാം എന്താ നടക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ സ്കാൽപ്പാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റത്തില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. നമ്മൾ ഓൾറെഡി 4 ക്യാൻഡിൽസോളം ആയെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇത് 4ാമത്തെ ക്യാൻഡിലാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ഒരു സ്പൈക്ക് കാണിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. ടു 4400 ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഓഫ് 80 എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയൊരു സ്പൈക്ക് കാണിച്ചു, അത്രയേ ഉള്ളൂ. പ്രീമിയം അനങ്ങുന്നില്ല ഗൈസ്. നമ്മുടെ സ്പോട്ട് നല്ല രീതിയിൽ അനങ്ങുന്നുണ്ട്. ഇന്ന് എക്സ്പയറി ടൈം കൂടെ ആയതുകൊണ്ടായിരിക്കും ഒന്നും ഒരു അനക്കമില്ലാത്തത്. സാധാരണ എക്സ്പയറി ഡേയിൽ നല്ല രീതിയിൽ ബൗൺസ് ആകേണ്ടതാണ്. നോക്കാം, നല്ല രീതിയിൽ തന്നെ സ്പോട്ടിലൊരു മൊമെൻറ്റം കാണിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ പ്രീമിയം അനങ്ങുന്നില്ല. എന്തുവാണെന്നുണ്ടെങ്കിലും 1:3 റിസ്ക് റിവാർഡാണ് നമ്മൾ നോക്കുന്നത്. നമുക്കത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, 144 148 ഒക്കെ ക്രോസ് ആവുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഹോൾഡ് ചെയ്യാമായിരുന്നു കുറച്ച് നേരം കൂടെ. സ്കാൽപ്പിൽ ഒരുപാട് നേരം ഹോൾഡ് ചെയ്യുന്നത് ശരിയല്ല, അത് വേറൊരു കാര്യം. ഒരു സ്മോൾ സ്പൈക്ക് ആയിരുന്നല്ലേ, ഇപ്പോൾ തോന്നുന്നില്ല. ഇതിൽ കൂടുതൽ സ്പോട്ട് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മുടെ പ്രീമിയം ഡെഡാണ്. IV ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ട്രേഡ് എടുത്തത്. നോക്കാം. I think the IV was about 15, I think 15 ആയിരുന്നു തോന്നുന്നു IV. എൻ്റെ ഒരു ഇതിൽ 20 IV താഴെയുള്ളത് എടുക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. IV എപ്പോഴും 20 താഴെയുള്ളത് തന്നെ എടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഇംപ്ലൈഡ് വോളറ്റിലിറ്റി IV അർത്ഥമാണ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. സോ നമ്മുടെ വീഡിയോസ് ഇച്ചിരി ലെങ്തി ആണ്. നമ്മൾ ഇന്നത്തെ ട്രേഡ് നമ്മൾ നല്ല രീതിയിൽ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ട്രേഡ് എടുത്തത്. കാരണം നമ്മളെപ്പോഴും മൗസ് ഒന്ന് മൂവ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് ഓഫായി പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും നല്ല രീതിയിൽ ട്രേഡ് വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഞാൻ ട്രേഡ് എടുത്ത് എക്സിക്യൂട്ടായി ട്രേഡ് കട്ട് ചെയ്തതിന് ശേഷമാണ് എപ്പോഴും ഞാൻ ട്രേഡ് വീഡിയോസ് എടുക്കാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാപ്പ് അങ്ങനത്തെ ഒരു ലാപ്പാണ്, ഒരു അധികം ഹൈ എൻഡ് ലാപ്ടോപ്പ് അല്ല എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഓക്കെ, സോ ഈ ലാപ്ടോപ്പ് എടുത്തിട്ട് കുറച്ച് ദിവസം ആകുന്നുള്ള ഒരു 20-25,000 അത്രയും ആയിട്ടുള്ളായിരുന്നു ഈ ലാപ്ടോപ്പിനൊക്കെ. ഇത് ഏസറിൻ്റെ ഒരു ലാപ്ടോപ്പാണ്, ഏസർ ആസ്പയർ 3. സോ അത്രയും കണ്ട് ആയിട്ടുള്ളൂ ഈ ലാപ്ടോപ്പിന്. സോ എനിക്കൊരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്വന്തം പൈസ വെച്ചാണ് ഈ ലാപ്പ് എടുത്തത്. ഓക്കെ, ഓൾറൈറ്റ്, നമ്മുടെ പ്രോഫിറ്റ് ഏകദേശം ഇൻക്രീസ് ആയിട്ടുണ്ട്.
എനിക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടേയിരിക്കുവാണ്. എൻ്റെ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെയാണ് എനിക്ക് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത്. കാരണം കട്ട് ചെയ്യണോ വേണ്ടായോ എന്ന് ചോദിച്ചുകൊണ്ടൊക്കെ. ഓക്കെ, സോ ഞാൻ ആരോടും ഒരിക്കലും, ഞാൻ എപ്പോഴും ഗ്രൂപ്പിലാണെങ്കിലും നമ്മുടെ ഈ യൂട്യൂബിലാണെങ്കിലും ഞാൻ എപ്പോഴും ഒരു കാര്യമേ പറയാറുള്ളൂ: ആൾക്കാർ പറയുന്നത് കേട്ട് ട്രേഡ് ചെയ്യരുത്. ഓക്കെ, ആൾക്കാർ പറയുന്നത് കേട്ട് ഒരിക്കലും ട്രേഡ് ചെയ്യരുത്. നിങ്ങളുടെ തന്നെ അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രമേ എപ്പോഴും നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാവുള്ളൂ. സോ നമുക്കിവിടെ 1:3 കിട്ടണം. ആയിക്കഴിഞ്ഞാൽ അതിനർത്ഥം 1:2 കിട്ടിയതാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ട് കാണുമെന്ന് ക്ഷമിച്ചേക്കുക. കാരണം നമ്മുടെ ഇവിടെ റോഡിൻ്റെ വർക്ക് നടക്കുവാണ്. സോ ട്രേഡിങ് പഠിക്കാനായിട്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ചെറിയൊരു കോച്ചിങ് തുടങ്ങിയിട്ടുണ്ട്. കോച്ചിങ് നല്ല ഒരു മാസ്റ്റർ ക്ലാസ് ആണ്. ഒരു 4 ദിവസത്തെ മാസ്റ്റർ ക്ലാസ് ആണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ടു 4,400 സ്റ്റോപ്പ് ലോസസ് എല്ലാം ഹിറ്റായ സ്ഥിതിക്ക് ഇവിടെ നിന്നൊരു സ്പൈക്കും കൂടെ കിട്ടണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതുപോലെ സ്പൈക്കൊന്നും വരുന്നില്ല. ഡൗൺ ആണ് മാർക്കറ്റ് കാണിക്കുന്നത്. സ്പൈക്കൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഇതിവിടെ ഇൻട്രാഡേ ആയി പോവോ? സ്കാൽപ്പ് ചെയ്യാനായിട്ട് വന്ന് കയറിയതാണ് നമ്മൾ. 1:3 കിട്ടണം എന്ന രീതിയിൽ തന്നെ നമ്മൾ നിന്നതാണ്. ഈ നോട്ടിഫിക്കേഷൻ്റെ സൗണ്ട്, പുതിയ ഫോണാണ് കഴിച്ചത്, അപ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ്റെ സൗണ്ടൊന്നും ഓഫാക്കാൻ എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് എന്നോടൊന്ന് ക്ഷമിച്ചേക്കണേ. നോട്ട് ഡിസ്റ്റർബ് ഓണാക്കിയിടാം. എന്താ ഇവിടെ ഡൗൺ ചെയ്യല്ലേ? സോ ഗായ്സ്, ഞാൻ ഇവിടെ അങ്ങ് എക്സിറ്റ് ചെയ്താലൊന്ന് ആലോചിക്കുക. കാരണം എനിക്ക് ഒരുപാട് നേരം ഹോൾഡ് ചെയ്യാൻ താല്പര്യമില്ല. ഓക്കെ ഗായ്സ്, ഞാൻ എത്ര കിട്ടിയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞാനങ്ങ് എക്സിറ്റ് ചെയ്യാനായിട്ട് ആലോചിക്കുന്നുണ്ട്. കിട്ടി ഗൈസ്. നമ്മളിവിടെ ട്രേഡ് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണേ. വെയിറ്റ് എ സെക്. ഓക്കെ, എക്സിറ്റ്. ഓക്കെ, 142 നമ്മൾ എക്സിറ്റ് ചെയ്തേക്കുന്നത്. നമുക്കൊരു 1:1 റിസ്ക് റിവാർഡ് കിട്ടി. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.
ഇപ്പോൾ 1:3 ആണ് ഉദ്ദേശിച്ചത്. ഈ സൈഡ് വേസ് മാർക്കറ്റ് ആയതുകൊണ്ട് ഒരുപാട് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിവിടെ എക്സിറ്റ് ചെയ്യുവാണ്. സ്കാൽപ്പിംഗ് ഒരുപാട് നേരം ഹോൾഡ് ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.